നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നോർമൽ ക്ലാസ് റൂം സെഷനിൽ നിന്ന് ഒരു ഔട്ട്ഡോറിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങളോടൊരു സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നും ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാരണമാണ് എനിക്കത് കിട്ടിയത്. അതുകൊണ്ട് ആദ്യം നിങ്ങളെ തന്നെ കാണിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചാനലിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞതാണ്. അതിന് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നൊരു അപ്രിസിയേഷനാണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് വന്ന ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആണ് അവർ തന്നിരിക്കുന്നത്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ, യു 100 ഓർ യുവർ 1000? അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ ആണ്, സിൽവർ പ്ലേ ബട്ടൺ. പ്രസന്റഡ് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഇതാണ് യൂട്യൂബിൽ നിന്ന് വന്ന സിൽവർ പ്ലേ ബട്ടൺ. നമ്മുടെ ആദ്യത്തെ അംഗീകാരം, യൂട്യൂബ് തന്ന ആദ്യത്തെ അംഗീകാരമാണ്. ഈ ഒരു പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ വഹിച്ച പങ്കിലും എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ്. പിന്നെ എൻ്റെ വീട്ടുകാരോട്, ദൈവത്തിനോട്, എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പ്ലേ ബട്ടൻ്റെ അൺബോക്സിങ് മാത്രമല്ല, ചെറിയൊരു Q&A കൂടെ ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോഴും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ Q&A ആയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യത്തേത്, എൻ്റെ പേര് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യം എൻ്റെ സ്ഥലം എവിടെയെന്നാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്. പിന്നെ ഞാൻ പഠിച്ചത് ബിടെക് ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അടുത്ത വന്ന ചോദ്യം, നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 year ആയി. നമ്മൾ 2020 ഏപ്രിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മാരിഡ് ആണോ എന്നാണ്. ഞാൻ മാരിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ചാനൽ തുടങ്ങാനുണ്ടായ പ്രചോദനം എന്താണെന്നായിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കോച്ചിങ് ക്ലാസ്സുകളിലൊന്നും പോയി പഠിക്കാനാകാത്തവർക്കും വീട്ടമ്മമാർക്കും ജോലിയുള്ളവർക്കും ഒക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതി എല്ലാ കണ്ടൻസും PSCയുടെ എല്ലാ സബ്ജക്ട്സും അടങ്ങിയ ഒരു ചാനൽ, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ തുടങ്ങാനുണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മുടക്കി ആണോ, പ്ലാൻഡ് ആയിട്ടാണോ ചാനൽ തുടങ്ങി എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. അല്ല, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരി തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ക്യാമറ, എൻ്റെ ഫോൺ, മൊബൈൽ ഫോണാണ് ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ്. ഡെയിലി എങ്ങനെയാണ് 3 വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നത്, പഠിത്തവും ഇതും എല്ലാം കൂടി, ജോലിയും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്തങ്ങിടും. അതുപോലെ നമ്മൾ ഓരോ സമയം കണ്ടെത്തി ആ സമയത്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു വീഡിയോ, ഉച്ചയ്ക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ, പിന്നെ വൈകുന്നേരം ഒരു വീഡിയോ, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും 1-2 എണ്ണം ഒരുമിച്ച് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടൈം കണ്ടെത്തുന്നത്. പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. ബാക്കി എഡിറ്റിങ്ങും ബാക്കി തംബ്നെയിൽ പ്രിപ്പറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. പിന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അല്ലാതെ ചുമ്മാ വന്ന് ക്ലാസ് എടുക്കുകയല്ല. ഞാൻ സ്വന്തമായിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി ആദ്യം ഒരു നോളജ് ഉണ്ടാക്കിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരികയുള്ളൂ.
അടുത്ത എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ യൂട്യൂബ് വരുമാനത്തെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എഡ്യൂക്കേഷൻ ചാനലിന് മറ്റ് എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ അത്രത്തോളം വരുമാനം ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു പാഷനാണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മളൊരു കാര്യം വളരെയധികം ആഗ്രഹത്തോടുകൂടി ചെയ്താൽ, വളരെയധികം കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും പുറകെ വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് പുറകെ വന്നോളും, നമ്മൾ നമ്മുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ചാനൽ തുടങ്ങിയപ്പോൾ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ്. ഫാമിലി വളരെ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡാണ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്, ചെയ്യുന്നു പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. അതുപോലെ ആദ്യമായിട്ട് എനിക്ക് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ന്യൂ കമ്മർ എന്നുള്ളൊരു രീതിയിൽ നമുക്കിതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഏത് സോഫ്റ്റ്വെയർ ആണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കസിനാണ്. അപ്പം മൊത്തത്തിൽ എല്ലാവരും ചേർന്നൊരു പാക്കേജാണ് നമ്മളൊരു ചാനൽ. എന്നെ മാത്രമേ സ്ക്രീനിൽ കാണുന്നതേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ടെലഗ്രാം ചാനൽ ഉണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പും ചാനലും ഇല്ല. അതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തത്, നമ്മുടെ ചാനലിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. LDC മെയിൻസിൻ്റെ കോഴ്സ് ഉണ്ടോ, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒക്കെ ഇനി കോഴ്സുകൾ വരാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ LDC മെയിൻസിന് വേണ്ടിയിട്ട് ഉടനടി തന്നെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ റാങ്ക് ഫയൽ ചലഞ്ച് കംപ്ലീറ്റ് ആവുന്ന അപ്പം മുതൽ നമ്മൾ LDC മെയിൻസിന് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാ സബ്ജക്ട്സും കവർ ചെയ്തിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ചോദിച്ച ചോദ്യം, ടൈം ടേബിൾ 100 days ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ എന്നാണ്. അപ്പോൾ ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ ഒരു ടൈം ടേബിൾ തരുന്നത്. അപ്പോൾ ലാസ്റ്റ് ചോദ്യം, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്താൽ, ഇങ്ങനെ ഒരുപാട് ചാനൽസ് ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ലോക്ക്ഡൗൺ സമയം ആയപ്പോഴത്തേക്കും ഒരുപാട് ചാനൽസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമോ, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 1 വർഷം ആയതേ ഉള്ളൂ. അപ്പം ആദ്യം എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു, ഇതേ അവസ്ഥ തന്നെയായിരുന്നു. വീഡിയോ ഇടുമ്പോഴത്തേക്കും 10 പേര് കാണും, അല്ലെങ്കിൽ 20 പേര് കാണും. അപ്പം ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും, എൻ്റെ ഫ്രണ്ട്സിന് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും, ടെലഗ്രാം വഴി അയച്ചു കൊടുക്കും. അങ്ങനെ പല രീതിയിലൂടെയാണ് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി വ്യൂസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. 30 പേര് കാണും, 40 പേര് കാണും. ഫസ്റ്റ് വീഡിയോ ഒരു 100-200 പേര് കാണും. പിന്നെ വ്യൂസ് ഇങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ നിർത്തിയില്ല. ഒരു ദിവസം എന്നെക്കൊണ്ട് പറ്റുന്നത് മാക്സിമം ഒരു 5 വീഡിയോസ് എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ ഞാൻ ഇങ്ങനെ സമയം കണ്ടെത്തി എല്ലാ ദിവസവും ഇങ്ങനെ റെഗുലറായിട്ട്, സാറ്റർഡേ സൺഡേ അങ്ങനെ ഒരു ദിവസം പോലും ഇടാതെ റെഗുലറായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പം ആദ്യം പരാജയമായിരിക്കും, കുറേ പേരുടെ പരിഹാസം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളത് നിർത്തരുത്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് വിജയം കണ്ടെത്താൻ വേണ്ടി ആവും. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ഒരു വീഡിയോ എത്തിയപ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് വ്യൂസ് കയറാൻ തുടങ്ങി. യൂട്യൂബ് തന്നെ നമ്മളെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം അവിടെ തൊട്ടാണ് നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കയറാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ +2 പ്രിലിംസിൻ്റെ ടൈമിലാണ് നമ്മുടെ ചാനലിൽ കുറേ പേരിലേക്കും കൂടി എത്തി, നമ്മുടെ ചാനലിലേക്ക് കുറേ പേര് വരികയും അവർക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയും നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സായിട്ട്, സബ്സ്ക്രൈബേഴ്സായിട്ട് മാറുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അത് ഈ ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലായാലും നമ്മുടെ ശ്രമം ഉപേക്ഷിക്കരുത്. ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് അവിടെ പരാജയം ഉണ്ടാവുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞ് Q&A. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നത് വെറും ഒരു ചാനലായിട്ടല്ല, ഒരു ഫാമിലി പോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിടുന്ന മിക്ക കമൻസിനും, നിങ്ങളൊരു കമൻറ്റ് ഇടാൻ നിങ്ങൾ എത്ര സമയം കണ്ടെത്തുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ കമൻറ്റ് ഇടുന്നത്. അതുപോലെ നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ സമയം ഞാനത് അത്രത്തോളം ഞാൻ വിലമതിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാനും ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ നൽകിയ ഈ ഒരു വലിയ അംഗീകാരത്തിന് നന്ദി. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്